വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ GST കത്തുള്ള രജിസ്ട്രേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കമ്പൽസറി രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ റെസിഡന്റ് ഇന്ത്യയിൽ വന്ന് ടെമ്പററി ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ISD, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ, ദാറ്റ് മീൻസ് അവിടെ ഒരു ത്രെഡ് ഹോഡ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻസിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് കമ്പൽസറിലി രജിസ്റ്റർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇനി അതിനകത്ത് പറയാനുള്ള 2-3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുപ്പിച്ച് അങ്ങ് ഡിസ്കസ് ചെയ്യാം. എന്നാലേ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. The first one, a person whose supply of goods or services or both other than supplies specified under section 9 subsection 5 through such electronic commerce operator who is required to collect tax at source under section 52. Okay? നമ്മൾ ഈ രജിസ്ട്രേഷൻ തുടങ്ങിയ വീഡിയോയ്ക്കകത്ത്, അതായത് കമ്പൽസറി രജിസ്ട്രേഷൻ തുടങ്ങിയ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു ECOനെ കുറിച്ച് പഠിച്ചായിരുന്നു, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞ എന്താ? സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് സർവീസുകൾ കൊടുക്കുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ പറയുന്നത് പോലെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞേ? എങ്ങനെയായിരുന്നു? സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് സപ്ലൈസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് സപ്ലൈസ് ഓഫ് സർവീസസ് കൊടുക്കുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അവർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ആ സ്പെസിഫൈഡ് സർവീസുകൾ ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞില്ല. അതിനകത്തൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ മറ്റേ നമ്മുടെ ടെമ്പററി അക്കോമഡേഷൻ, ഈ ഹൗസ് കീപ്പിംഗ്, പിന്നെ കൂടാതെ ഈ റേഡിയോ ടാക്സി, മനസ്സിലായോ? ഇതേപോലെ അതായത് ഈ അക്കോമഡേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏതിനകത്ത് പറയുന്നത്? ആ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറയുന്നത്. സോ ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ആ 3 എണ്ണം ഒരുമിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ കേസ് നമ്മളോട് പറഞ്ഞത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. അവർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള ഈ പറയുന്ന സ്പെസിഫൈഡ് സർവീസുകളാണ് കൊടുക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായോ? അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ ഈ ഓയോ അതൊക്കെ പോലെ, ദാറ്റ് മീൻസ് ഈ അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ അവർ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചല്ല, അവര് മുഖേന സെയിൽ നടത്തുന്ന പേഴ്സൺസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവര് മുഖേന സപ്ലൈ നടത്തുന്ന പേഴ്സൺസിനെ കുറിച്ചാണ്. ഓക്കെ, എ പേഴ്സൺ ഹു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് അതർ ദാൻ സപ്ലൈ സ്പെസിഫൈഡ് ഇൻ അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5. അതായത് ആ പറഞ്ഞ 3 എണ്ണം, അല്ലെങ്കിൽ ഈ സ്പെസിഫൈഡ് സപ്ലൈസ് ആയിട്ട് പറയുന്ന, ദാറ്റ് മീൻസ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 സ്പെസിഫൈഡ് സപ്ലൈസ് ആയിട്ട് പറയുന്ന സർവീസുകളല്ലാതെ, അല്ലെങ്കിൽ ആ പറയുന്ന സപ്ലൈസ് അല്ലാതെ വേറെ ഏതെങ്കിലും സപ്ലൈസ് ആണ് ചെയ്യുന്നത്, അത് ഏത് മുഖേന ചെയ്യുന്നത്? ഈ പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖേനയാണ് ചെയ്യുന്നത്. ഹു ഈസ് റിക്വയർഡ് ടു കളക്ട് ടാക്സ് അറ്റ് സോഴ്സ് അണ്ടർ സെക്ഷൻ 52. മനസ്സിലായി? കൂടാതെ ഈ പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 52 പ്രകാരം എന്തും കൂടെ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സും കൂടെ ചെയ്യുകയാണെങ്കിൽ ആരാണോ ആ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അവർ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ആ അക്കോമഡേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്പെസിഫൈഡ് സർവീസുകൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന കുറച്ച് സ്പെസിഫൈഡ് സർവീസുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും സപ്ലൈസ് ആണ് നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖേന നടത്തുന്നത് എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോണിക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് ആരാണോ, ഏത് പേഴ്സൺ ആണോ, അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് ഒരു കണ്ടീഷനും കൂടെ പറയുന്നത് എന്തും കൂടെ കളക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്തും കൂടെ കളക്ട് ചെയ്യണം. ഈ പറയുന്നത് പോലെ സെക്ഷൻ 52 പ്രകാരം ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് ആണെങ്കിൽ ആ ഇലക്ട്രോണിക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്നത് ഏത് പേഴ്സൺ ആണോ അത് വേണം ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്ലൈസ് ആണ് ചെയ്യുന്നത്, ആ സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖേനയാണെന്ന് വിചാരിക്കുക. അവർ TCS ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് അവർ പിടിച്ചിട്ട് ബാലൻസ് നമുക്ക് തരുള്ളൂ എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അല്ല, നമ്മൾ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തേ പറ്റൂ? രജിസ്റ്റർ ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഓക്കെ, തേർഡ് വൺ, ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററുമായിട്ടുള്ള 3ാമത്തെ കാര്യം വന്നേ. ആദ്യത്തെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്, അവർ സെക്ഷൻ 5 പ്രകാരം
ഏത് സ്പെസിഫൈഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് ഇലക്ട്രോണിക് കൊമേഴ്സ് സർവീസുകളെ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്ത പേഴ്സൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആൻഡ് ദ തേർഡ് വൺ ജനറലൈസ് ചെയ്ത ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. നോക്കാം. നോക്കി, as per section 2 subsection 45 of the CGST Act 2017, electronic commerce operators means any person who owns, operates or manage digital or electronic facility or platform for electronic commerce. As per CGST Amendment Act 2018, in section 24, compulsory registration in certain cases. Now, small commerce operator who are not required to collect TCS under section 52 would not liable for the registration. മനസ്സിലായി? അമ്മൻ്റെ ഇതാണ് നൗ സ്മോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. അത് ഏത് ക്രൈറ്റീരിയ ആണ്, എന്ത് കണ്ടീഷൻസിലാണ്, ഈ സ്മോൾ ആണോ അല്ലയോ നമുക്ക് ഇപ്പോഴല്ല ആവശ്യം. ഓക്കെ, ഇവിടെ രജിസ്ട്രേഷൻസിനകത്ത് നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. സ്മോൾ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്മോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അവരെന്ത് കളക്ട് ചെയ്യുന്നുമില്ല, TCS കളക്ട് ചെയ്യുന്നുമില്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. അതല്ലാതെ കയറി വരുന്ന TCS കളക്ട് ചെയ്യുന്ന എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനും നിർബന്ധമായിട്ടും എന്ത് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇവിടെ പറയുന്ന ഒരു എക്സെപ്ഷൻ സ്മോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ഈ TCS എന്ന് പറയുന്ന സാധനം, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന സാധനം അവർ കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബാധകമല്ല, എക്സെപ്റ്റഡ് ആണ്. മനസ്സിലായി? രജിസ്ട്രേഷൻ അല്ല കേട്ടോ, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് പറയണേ. ആൻഡ് രജിസ്ട്രേഷൻ കമ്പൽസറി. നോക്കി, the benefit of threshold exemption is not available to the e-commerce operator and they are liable to be registered irrespective of the value of supply made by them. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. A person supply goods or services through electronic commerce operator would not be entitled to the threshold exemption. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാ ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്ന പേഴ്സൺസ്, അല്ലെങ്കിൽ അവർ മുഖേന ഈ പറയുന്ന സർവീസുകൾ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന പേഴ്സൺസ്. These requirements, however, applicable only if supply is made through such electronic commerce operators who is required to collect TCS under section 52 of the CGST Act. അതാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത് അല്ലേ. ഈ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറയുന്ന സർവീസുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും സപ്ലൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ അവർ TCS കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി പേയ്മെന്റ് തരുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെ വരുന്ന ആ പേഴ്സൺസ് ആരാണോ ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ അവർ മുഖേന ആരാണോ സെയിൽ ചെയ്യുന്നത്, അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ എടുക്കണം. ആൻഡ് ഹെൻസ് എനി പേഴ്സൺ ഹു ഇന്റൻസ് ടു സെൽ ഓൺ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഓർ സ്നാപ്ഡീൽ മസ്റ്റ് ഒബ്റ്റെയിൻ GST രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് ആമസോൺ വഴിയോ സ്നാപ്ഡീൽ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ, രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ഓക്കെ, ആൻഡ് an e-commerce operator is any online business that operates using a marketplace model. Under the marketplace model, an organization set up an online portal where the service where several small suppliers put up their product for sale. The organization that runs the portal collects payments, take a percentage as a convenience fees and send the rest payment to the supplier. അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. However, where e-commerce operator are liable to pay tax on behalf of the suppliers under a notification issued. മനസ്സിലായി? Section 9 subsection 5 of the CGST Act 2017, the suppliers of such services are entitled for the threshold exemption. Clarity ആയോ? എങ്ങനെയായിരുന്നു? അതായത് ആ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം ഓക്കെ, where the e-commerce operator are liable to pay tax on behalf of the suppliers. മനസ്സിലായോ? നമുക്ക് പകരം ആരാണ്, അതായത് നിങ്ങളുടെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള സർവീസുകളാണ് അല്ലെങ്കിൽ സപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പകരം ടാക്സ് കൊടുക്കുന്നത് ആരാ, ടാക്സ് പേ ചെയ്യുന്നത് ആരാ, ഈ പറയുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ നോക്കേ, where the e-commerce operators are liable to pay tax on behalf of the suppliers under the notification issued under section 9 subsection 5 of the CGST Act 2017, the suppliers of such service are entitled for the threshold exemptions. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടാണ്, ആർക്കാ, നമുക്ക് അല്ലേ. അതായത് ആരാണോ ഈ പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ അടുത്തേക്ക് പോകുന്നത് അവർക്ക് ഈ പറയുന്നത് പോലെ എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈ ത്രെഡ്ഹോൾഡ് എക്സംഷൻ എന്ന് പറയുന്ന സാധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ചുരുക്കം പറയുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കേസുകൾ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, നിങ്ങൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള ഏതെങ്കിലും സർവീസുകളാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കുന്ന അല്ലെ, നമ്മളെ കുറിച്ചല്ല പറയണേ, നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. പക്ഷെ ആ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ എടുക്കണം. നമ്പർ 1. ഓക്കെ, ആൻഡ് നമ്പർ 2, ആരാണോ ഓക്കെ എ പേഴ്സൺ
മനസ്സിലായല്ലോ? അവിടെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിനെ കുറിച്ചല്ല പറയണേ, നമ്മുടെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ അടുത്ത് പോവാണ്. ഏതാ? അതർ ദാൻ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം. അതായത് ആദ്യം കൺഫ്യൂഷൻ ആവണ്ടോ നിങ്ങൾക്ക്, ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരമുള്ളതാണ് എന്ന് വിചാരിക്കുക. ഈ പറയുന്നത് പോലെ റേഡിയോ ടാക്സി ആണെന്ന് വിചാരിക്കുക. നമുക്ക് എക്സാമ്പിൾ തന്നെ പറയാം, ടാക്സി സർവീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആരാണോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, അവർ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. സിറ്റുവേഷൻ നമ്പർ 1. ഓക്കെ, എന്തായിരുന്നു? നമ്മൾ ഏതാ ഈ ടാക്സി സർവീസ് ഏതായിരുന്നു? ഊബർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഊബറോ ഓല ഊബർ എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ടാക്സി സർവീസുകളാണെന്ന് വിചാരിക്കുക. ഞാൻ ചുമ്മാ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയണേ. അതേപോലത്തെ ഒരു ടാക്സി സർവീസസ് ആണെന്ന് വിചാരിക്കുക, അത് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം സ്പെസിഫൈഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ പറയുന്ന ആ പേഴ്സൺ, ഡ്രൈവർ അല്ല ടാക്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡ്രൈവർ അല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്. ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ആ പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സിറ്റുവേഷൻ നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ഷോർട്ട് ടൈം അക്കോമഡേഷനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ടാക്സി സർവീസോ ഒന്നുമല്ല, വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖേന സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലായോ? ആരാണോ അത് മുഖേന സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖേന സെയിൽ ചെയ്യുന്നത്, അവർ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായോ? മൂന്നാമത്തെ കേസ് പറഞ്ഞത്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ലാട്ടോ, ആ പേഴ്സൺ, ഓക്കെ, ആ ഡ്രൈവർ, അങ്ങനെ തന്നെ പറയാം, രജിസ്റ്റർ ചെയ്യണം. എപ്പോൾ മാത്രം? നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്നുള്ള പേടിയുണ്ടായി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണേ. അത് മൂന്നും അതാത് രീതിക്ക് തന്നെ പഠിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് 9(5) പ്രകാരമാണെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വേണം. ആൻഡ് സെക്കൻഡ് വൺ, അതർ ദാൻ 9(5) പ്രകാരമാണെങ്കിൽ ആരാണോ പേഴ്സൺ, ഓക്കെ, അതായത് അവർ TCS, ഈ പറയുന്ന പ്ലാറ്റ്ഫോം, അവർ TCS കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരണേ. സോ ആരാണോ അത് മുഖേന സെയിൽ ചെയ്യുന്നത്, അവർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ, 9(5) പ്രകാരമുള്ളതാണെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈ പറയുന്ന പോലെ ത്രെഡ് ഹോൾ എക്സംഷൻ എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, every person supplying online information and database access or retrieval services from place outside India to a person in India other than a registered person. എങ്ങനെയായിരുന്നു? ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസസ് ആണ് കൊടുക്കുന്നത് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുനിന്നാണ് കൊടുക്കണേ. ആർക്കാ കൊടുക്കണേ? ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. മനസ്സിലായി? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, വേറെ ആർക്കും ആണ് കൊടുക്കുന്നത്. വരുന്നത് എവിടുന്ന? ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി എന്ത് ചെയ്യണം? ആ പേഴ്സൺ നിർബന്ധമായിട്ടും ഈ പറയുന്നത് പോലെ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒരിക്കൽ കൂടെ, എവരി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് എവിടെ ആയിരിക്കണം? ഇന്ത്യക്ക് പുറത്തായിരിക്കണം. ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ, ഇന്ത്യക്ക് അകത്തുള്ള ഒരാൾക്ക് ചെയ്യണം, അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. മനസ്സിലായി? രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്ത വേറൊരാൾക്ക്. ഇനി അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കണേ. നോക്കി, advertising on the internet, providing cloud services, provision of e-books, movie, music, software and other intangibles through telecommunication network or internet, providing data or information retrievable or otherwise to any person electronic from through a computer network, online supply of digital content, movies or television shows or music or something like that, digital data storage, online gaming. ഈ പറയുന്ന സർവീസുകൾ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഇന്ത്യക്ക് അകത്തുള്ള ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺസിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ? ഈ പറയുന്നത് പോലെ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ഓക്കെ, നല്ലപോലെ വീഡിയോ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഞാനെടുത്ത ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ എനിക്ക് അഭിപ്രായം അയച്ചതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ GSTയുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊന്ന് എനിക്കൊന്ന് റിപ്ലൈ തരുവാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, വേറൊരു ടീച്ചർ എടുത്തിട്ടാണ് ഞാനിത് എടുക്കണേ. സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ഓക്കെ.